പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് എണ്ണ പ്രകൃതിവാതക പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടെ ആദ്യ കപ്പൽ ഇന്ത്യയിലെത്തി. സൗദി അറേബ്യയിൽ നിന്നും ക്രൂഡ് ഓയിലുമായി പുറപ്പെട്ട കപ്പലാണ് മുംബൈ തീരത്തെത്തിയത്. ലൈബീരിയൻ പതാകയേന്തുന്ന ഷെല്ലോങ് സുമാക്സ് എന്ന കപ്പലാണ് ഹോർമൂസ് കടലിടുക്ക് താണ്ടി ഇന്ത്യയിലെത്തിയത്. സൗദി അറേബ്യയിലെ റാസ് ടാനുറ തുറമുഖത്തിൽ നിന്ന് തിരിച്ച ക്രൂഡ് ഓയിൽ നിറച്ച കപ്പൽ ബുധനാഴ്ചയാണ് മുംബൈ തുറമുഖത്ത് അടുപ്പിച്ചത്. 1,35,000 മെട്രിക് ടൺ അസംസ്കൃത എണ്ണയാണ് ഷെല്ലോങ് സുമാക്സ് കപ്പൽ വഴി ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാറിനെതിരായി പരാതി. മഹാത്മാഗാന്ധി അപമാനിച്ചു, ഗാന്ധിയെ പൊതുജനങ്ങൾക്കിടയിൽ വെറുപ്പുളവാക്കുന്ന രീതിയെ ചിത്രീകരിച്ചു എന്നാണ് പരാതി. KPCC ജനറൽ സെക്രട്ടറി K. ഷാജിർ അറാഫത്താണ് പരാതി നൽകിയത്. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കാണ് ഷാജിർ അറാഫത്ത് പരാതി നൽകിയത്. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു ഗണേഷ് കുമാർ ഗാന്ധിയെ പരാമർശിച്ചത്. തനിക്ക് 1,500 പ്രണയമുണ്ടെന്നും ഗാന്ധിക്കും നെഹ്റുവിനും വരെ പ്രണയമുണ്ടായിരുന്നില്ല എന്നുമായിരുന്നു ഗണേഷ് കുമാറിന്റെ പരാമർശം. ഇതിനെതിരെയാണ് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് G. സുധാകരൻ. ഇന്ന് 11 മണിക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പാർട്ടി വിട്ടതായി G. സുധാകരന്റെ നിർണായക പ്രഖ്യാപനം. ആലപ്പുഴയിലെ മുതിർന്ന CPM അംഗമായിരുന്ന G. സുധാകരൻ 60 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരുടെയും പിന്തുണ തേടില്ലെന്നും മത്സരം പാർട്ടി സ്ഥാനാർത്ഥിക്ക് എതിരല്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. ഇനി സ്വതന്ത്ര നിലപാടായിരിക്കും, ഒരിടത്തും പ്രസംഗിക്കാൻ പോകില്ലെന്നും സുധാകരൻ നിലപാട് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. ഇന്നും നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37°C വരെയും, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 36°C വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമാവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാന്റീനിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ഭക്ഷണ മെനു വെട്ടിക്കുറച്ചു. ക്യാന്റീനിലെ പ്രധാന മെനുവിൽ നിന്ന് അരിയാഹാരം വെട്ടി പകരം മെനുവിൽ ചപ്പാത്തിയും പൊറോട്ടയും മാത്രം ഉൾപ്പെടുത്തി. മെഡിക്കൽ കോളേജ് സഹകരണ ക്യാന്റീനിലാണ് പ്രതിസന്ധി. പാചകവാതക ക്ഷാമം തുടർന്നാൽ ക്യാന്റീൻ അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണുള്ളത്. ആശുപത്രിയിൽ എത്തുന്ന നിരവധി രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ആശ്രയിക്കുന്ന ക്യാന്റീനാണിത്. കുറഞ്ഞ ചെലവിൽ ഭക്ഷണം നൽകുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം വിറകടുപ്പിലേക്ക് മാറേണ്ട അവസ്ഥയിലാണുള്ളത്. ദിവസവും 4 മുതൽ 5 വരെയുള്ള സിലിണ്ടറുകളാണ് ഇവിടെ പാകം ചെയ്യാനായി ഉപയോഗിക്കുന്നത്.